EMS Natchappan ji, Omen Chandy ji, VM Sudhiran ji, T Siddiqui ji, CK Sridharan ji, brothers and sisters, Congress workers, I'd like to welcome all of you to this meeting. അഭിവന്ദനായ ശ്രീ ഉമ്മൻചാണ്ടി അവർകളെ, അഭിവന്ദനായ ശ്രീ VM സുധീരൻ അവർകളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ്, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊള്ളട്ടെ. I'd like to begin by saying that I travel to all the states in this country, and I think the politics of Kerala, the participation of people in the politics of Kerala, the participation of panchayats in the politics of Kerala is something that the rest of the country must learn from. ഞാൻ ഈ രാജ്യത്തിൻ്റെ മുക്കുമൂലകൾ സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ വരുമ്പോഴുള്ള അവസ്ഥ വളരെ വ്യത്യസ്തവും ഉത്കൃഷ്ടവുമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള പങ്കാളിത്തം, പഞ്ചായത്തുകൾക്ക് ജനാധിപത്യത്തിൻ്റെ വിധി നിർണയത്തിലുള്ള പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളെല്ലാം മാതൃകാപരമായി നിർവഹിക്കുന്ന സംസ്ഥാനമായിട്ടാണ് കേരളത്തെ എനിക്ക് ദർശിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. I think the Congress party can also learn from the Congress party in Kerala and the way the Congress party operates in Kerala. ദേശീയ തലത്തിൽ കോൺഗ്രസിന് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ധാരാളം പഠിക്കാനും പകർത്താനുമുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. Of course, there are shortcomings in the political system of Kerala. I think the biggest shortcoming is the opponent of the Congress party in this state. തീർച്ചയായും നമുക്ക് ന്യൂനതകൾ ഉണ്ടാവാം, നമുക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാം. അതിൽപ്പെട്ട ഒരു വൈകല്യം നമ്മുടെ പ്രവർത്തനത്തിലെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നാം പരസ്പരം ഘടിപ്പിക്കേണ്ടതായ യോജിപ്പിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും അവസ്ഥയാണ് എന്നും ഞാൻ തിരിച്ചറിയുകയാണ്. There should be no place for violence in the politics of Kerala. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം എന്ന് പറയുന്നത് ഹിംസാത്മകമായിട്ടുള്ള നിലപാടാണ്. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഹിംസക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. There should be no place for intimidation in the politics of Kerala. വിവേചനത്തിനും അപ്രകാരം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. So I'd like to thank the people of Kerala for giving a vision of the future politics to the rest of the country. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകണമെന്ന് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. It gives me great pleasure when I go and I speak to panchayat leaders, pradhans in Kerala, and I get inspired by the knowledge they have, the information they have every day. ഞാൻ ദിനംപ്രതി എന്നോണം കേരളത്തിലെ ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടാറുണ്ട്. എത്രമാത്രം ആവേശകരമായിട്ടാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും എത്രമാത്രം ക്രോഡീകരിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ അത് മെച്ചപ്പെടുത്തുന്നതെന്നും ദിനംപ്രതി എന്നോണം കേരളത്തിലെ പഞ്ചായത്തുകളുമായുള്ള എൻ്റെ വ്യക്തിബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. Last April, I visited Adat Panchayat in Trichur district and saw with my own eyes how you do governance in this state. Adat. കഴിഞ്ഞ തവണ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അഡാട്ട് പഞ്ചായത്ത് നേരിട്ട് സന്ദർശിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ആ പഞ്ചായത്തിൽ എപ്രകാരമാണ് മെച്ചപ്പെട്ട രീതിയിൽ താഴേക്കടയിലുള്ളവരെ പ്രാതിനിധ്യം നൽകി ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും എത്ര ഭംഗിയായിട്ടാണ് ജനാധിപത്യത്തിൻ്റെ ഈ അടിസ്ഥാന ക്രമം ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ അവസരമുണ്ടായി. Chandy ji is the chief minister of the state, but the reality of Kerala is that Kerala is not run by one man. Kerala is run by millions and millions of Keralites. കേരളത്തിൻ്റെ വളരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അഭിവന്ദനായ ശ്രീ ഉമ്മൻചാണ്ടി ജി. പക്ഷേ കേരളത്തിൻ്റെ സർക്കാർ, കേരളത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു വ്യക്തിയോ വ്യക്തികളോ അല്ല,
കോടിക്കണക്കിന് വരുന്ന ജനങ്ങളാണ്, മില്യൺ കണക്കിന് വരുന്ന ജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ ഭരണത്തെയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. And in fact, Chandiji gets inspiration from the people of Kerala. Chandiji goes and listens to the people of Kerala, understands the issues of the people of Kerala. In a sense, he's just a senior leader in Kerala. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന നേതാവാണ്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേതാവാണ്. ജനങ്ങളുമായി ഇടപഴകുന്ന നേതാവാണ്. ജനങ്ങളുമായി നിത്യേന എന്നോണം ഇടപഴകിക്കൊണ്ട് ഒരു മുതിർന്ന നേതാവിനെ പോലെയാണ്, മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു മുതിർന്ന നേതാവിനെ പോലെയാണ് ശ്രീ ഉമ്മൻചാണ്ടിജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. For any society to move forward in history, you need two things to happen. You need prosperity and you need fairness. Fairness, yeah. ഏത് സമൂഹത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന് ക്ഷേമം, മറ്റൊന്ന് നീതി. Prosperity for a few people breaks down very quickly, and fairness for everybody without prosperity also breaks down. എല്ലാവർക്കും ലഭ്യമായതായിരിക്കണം ക്ഷേമം. നീതിയും വിവേചനം കൂടാതെ, വിഭജനം കൂടാതെ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള സാഹചര്യം സമൂഹത്തിൽ ലഭ്യമാകണം. If you look back at history, you will find the most popular empires, the most popular kings, the most popular leaders were those that were able to create a balance between prosperity and fairness to their people. മാനവ ചരിത്രത്തിന്റെ കഴിഞ്ഞുപോയ ഇടനാഴികകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ക്ഷേമവും നീതിയും തമ്മിലുള്ള ഈ ഒരു പാരസ്പര്യം വളരെ മനോഹരമായി, വളരെ ശക്തമായി നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ലോക ചരിത്രത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഭരണാധികാരികളെ പറ്റി പഠിച്ചു നോക്കൂ. അവരൊക്കെ ക്ഷേമവും നീതിയും തമ്മിലുള്ള പാരസ്പര്യത്തെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഭരണനിർവഹണം ഭംഗിയായി വിജയിപ്പിക്കുകയുണ്ടായത്. Now at the national level, if you look today, there are broadly three ideas that are presented to people. ദേശീയ തലത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക്, ഭരണതലത്തിലേക്ക് നോക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നത്. The NDA idea is of India shining. The NDA idea is of India shining. അതായത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ശോഭിക്കുന്ന ഇന്ത്യ എന്നുള്ളതാണ്. An India where 5, 10, 15 business people have everything. ഒരു 5 or 10 വരുന്ന ഏതാനും ധനാഢ്യന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലല്ല, എല്ലാവർക്കും ശോഭനമായി കാണുന്ന ഒരു ഇന്ത്യ. An India where prosperity is limited to very few people. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്ന ക്ഷേമമല്ല, എല്ലാവർക്കും ലഭ്യമാകുന്ന ക്ഷേമം കളിയാടുന്ന ഒരു ഇന്ത്യ. On the other side, you have the left vision for the country. ഇതിന്റെ അപ്പുറത്ത് നാം തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ആശയങ്ങൾക്കപ്പുറത്ത് തീർത്തും അനുകൂലമായ മറ്റൊരു ഇന്ത്യ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. For them, prosperity, industry, business is of no consequence. അങ്ങനെയുള്ള ഒരു വലിയ ജനം, മറുഭാഗത്ത് നിലകൊള്ളുന്ന വലിയൊരു ജനം, ക്ഷേമമോ വ്യവസായമോ വ്യാപാരമോ ഒന്നും ബാധകമല്ലാതിരിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് എന്ന് നാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. They talk about fairness, and actually what they're talking about is to make everybody poor and fair. എല്ലാ ആളുകളെയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും എല്ലാ ആളുകൾക്കും നീതി ലഭ്യമാക്കാനുമാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ നാം ലക്ഷ്യമിടേണ്ടത്. It is only the Congress party that balances prosperity and fairness. We bring together industry and the poor people. അതായത് ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ക്ഷേമവും നീതിയും തമ്മിലുള്ള ഈ പാരസ്പര്യം, ഈ സന്തുലിതാവസ്ഥ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. അതായത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യവസായമാകട്ടെ വാണിജ്യമാകട്ടെ അതൊക്കെ സാധാരണക്കാർക്കിടയിലേക്ക് ക്ഷേമത്തെ ഇറക്കിക്കൊണ്ടുവന്ന് എല്ലാ വ്യാവസായികമായ പുരോഗതിയുടെയും ലഭ്യത അവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. We say that there should be industry in Kasaragod, but people of Kasaragod must benefit from the industry. കാസർഗോഡ് ജില്ലയിൽ വ്യവസായം ഉണ്ടാകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതോടൊപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാഗ്രഹവും കൂടിയുണ്ട്. ഇവിടെ വ്യവസായം ഉണ്ടായാൽ മാത്രം പോരാ,
ആ വ്യവസായം ഈ കാസർകോട്ടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാകണം എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. We can see the potential of Kasaragod. You have land available, you have the best quality people available, you have sea access, you have rail access, you have road access. കാസർഗോഡിന്റെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ, വിഭവങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ വ്യവസായത്തിന് അനുകൂലമായ നല്ല ഭൂമിയുണ്ട്. മാത്രവുമല്ല നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന ജനങ്ങളുണ്ട്. മാത്രവുമല്ല കടലിലൂടെയും വാനത്തൂടെയും ഗതാഗതത്തിനുള്ള സൗകര്യവും കാസർഗോഡിനുണ്ട്. ഇതൊക്കെ കാസർഗോഡിന്റെ പ്രത്യേകമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. And I think yesterday I went to Mangalore, and in Mangalore I said that just like Bangalore is known in the rest of the world as an industrial city, as a technical city, Mangalore should also be known. And I'd like to say from here that over the next 5 to 10 years, Kasaragod should be known in the rest of the world as an industrial center. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് പോവുകയുണ്ടായി. ഈ കാസർഗോഡിന്റെ സൗകര്യങ്ങളിൽ ഗതാഗത സൗകര്യം കരമാർഗമാകട്ടെ, കടൽ മാർഗമാകട്ടെ, വ്യോമമാർഗമാകട്ടെ, എല്ലാം ലഭ്യമായിട്ടുള്ള ഈ കാസർഗോഡ് നിൽക്കുമ്പോൾ ഞാൻ മംഗലാപുരത്ത് പോയത് ഓർക്കുന്നു. ബാംഗ്ലൂർ എങ്ങനെയാണോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്കും ലോകത്തിനും വലിയൊരു പുരോഗതിയുടെ, ക്ഷേമത്തിന്റെ, വികസനത്തിന്റെ അടയാളമായത്, അപ്രകാരം മംഗലാപുരവുമാകണം എന്ന് ഞാൻ അവിടെ പറയുകയുണ്ടായി. ഇപ്പൊ ഞാൻ പറയട്ടെ, കാസർഗോഡും അങ്ങനെയാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുന്നത്. That is why we have given a young candidate over here who can think about the future of Kasaragod, who can change the thinking of your member of parliament, so that he has a long future vision for Kasaragod. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചലനാത്മകമായ വ്യക്തിത്വമുള്ള യുവത്വം തുളുമ്പുന്ന ഒരു സ്ഥാനാർത്ഥിയെ കാസർഗോഡിന് വേണ്ടി നിർദ്ദേശിക്കുവാനും ഇവിടെ നിർത്തുവാനും നാം തയ്യാറായത്. ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് ദിശാബോധമുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ചിന്തയുടെ രീതിശാസ്ത്രത്തെ മാറ്റിമറിക്കാനുള്ള സിദ്ധിയും ആ സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I am also being a little bit selfish when I am telling you that. ഞാനത് പറയുമ്പോൾ എനിക്കല്പം സ്വാർത്ഥത കൂടി എൻ്റെ മനസ്സിലുണ്ട്. Another reason why I want you to elect the young MP from here is so that I can have him sitting in the Lok Sabha with me as a capable youngster. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്താൽ ലോക്സഭയിൽ നല്ല പ്രഗത്ഭനായിട്ടുള്ള കൃതഹസ്തനായ ഒരംഗമായി എൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കാനുണ്ടാകും എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ സ്വാർത്ഥം. So that not only can he bring issues of Kasaragod to the Lok Sabha, but he can also help in moving the country forward to a new future. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, എൻ്റെ സുഹൃത്തിന്, കാസർഗോഡിന്റെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഉള്ള സിദ്ധി മാത്രമല്ല ഉള്ളത്, വിശാലമായിട്ടുള്ള നമ്മുടെ ഭാരത രാജ്യത്തെ തന്നെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് നയിക്കുവാനുള്ള പ്രതിഭയും കഴിവും അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. So he can help the farmers of this region, the farmers who grow areca nuts, so that he can bring their issues to us and we can be as responsive as possible. ഇവിടുത്തെ കർഷകരെ സഹായിക്കാൻ, ഇവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, പ്രത്യേകിച്ചും ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഇവിടുത്തെ അടക്ക കർഷകരെ പ്രത്യേകം പരിഗണിച്ച് അവരെ സഹായിക്കാൻ, എവിടെയൊക്കെ അവശതകളുണ്ടോ ആ അവശതകൾക്കൊക്കെ പരിഹാരം കാണാൻ ഈ യുവ സുഹൃത്തിന് സാധിക്കും എന്നും ഞാൻ പ്രത്യാശിക്കുകയാണ്. See, it's very interesting. If you look at the last 10 years of the UPA government in Delhi, you will notice that not only have we done Manrega, not only have we done right to food, not only have we done right to information, not only have we helped 15 crore poor people come out of poverty, but we have also helped the country grow at the fastest rate possible. എന്താണ് കഴിഞ്ഞ ദശകക്കാലത്തെ UPA സർക്കാരിന്റെ വിജയം? ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട് ചരിത്രപ്രധാനമായ നേട്ടമാണ് UPA സർക്കാർ ഇന്ത്യ രാജ്യത്ത് കൈവരിച്ചത് എന്നുള്ളത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. പല തലങ്ങളിലുമുള്ള അവകാശം ഉറപ്പുവരുത്തി. ഭക്ഷണത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, 10-15 കോടിയോളം വരുന്ന ജനങ്ങളെ
ദാരിദ്ര്യത്തിന്റെ കൂച്ചു വിലങ്ങുകളിൽ നിന്ന് മോചിപ്പിച്ച ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ ഇന്ത്യ രാജ്യം ഭരിക്കുകയുണ്ടായത്. അങ്ങനെ ഈ രാജ്യത്തിന് ശക്തമായ നേതൃത്വവും ശക്തമായ ദിശാബോധവും നൽകാൻ കഴിഞ്ഞ 10 വർഷം UPA സർക്കാരിന് സാധ്യമായി. And our opposition, they get surprised at the result of the UPA policies. They don't understand how can we grow fast and still help poor people. കഴിഞ്ഞ 10 വർഷക്കാലം UPA ഗവൺമെന്റ് നേടിയ ഏറ്റവും വലിയ വിജയം വളർച്ചയാണ്, സാമ്പത്തിക വളർച്ചയാണ്. പ്രതിപക്ഷം അന്തം വിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇത്ര വലിയ വളർച്ച ഈ നാടിന് നേടിയെടുക്കാൻ, അത് നേടിക്കൊടുക്കാൻ UPA സർക്കാരിന് സാധിച്ചത് എന്നുള്ള കാര്യത്തിൽ അവർ സ്തബ്ധരായി നിൽക്കുകയാണ് ഈ നേട്ടത്തിന്റെ മുന്നിൽ. And what they don't realize, and they should really try and understand, is that success always comes from partnership. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പങ്കാളിത്തത്തിലൂടെയാണ്, കൂട്ടായ്മയിലൂടെയാണ് എപ്പോഴും വിജയവൈജയന്തി നമ്മുടെ പാദങ്ങളെ ചുംബിക്കാൻ എത്തിച്ചേരുന്നത്. Success has come for the UPA over the last 10 years because we built a partnership between business and the poor people. നാം കഴിഞ്ഞ 10 വർഷക്കാലം വാണിജ്യ വ്യവഹാര മേഖലകളും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സേതുബന്ധനം അത് ആർജിക്കാൻ കഴിഞ്ഞ 10 കൊല്ലക്കാലം UPAക്ക് സാധിച്ചത് കൊണ്ടാണ് ഈ അഭിമാനകരമായ വളർച്ച ആർജിക്കാൻ നമുക്ക് സാധ്യമായത്. Success has come for the UPA over the last 10 years because we built a partnership between the different people of this country, between Hindu, Muslim, Sikh, Christian, between different states, between different regions. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. UPAയുടെ നയം സഹകരണമാണ്, സമന്വയമാണ്. ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യത്ത് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം, മതവിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം, ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രൈസ്തവ സമൂഹങ്ങൾ, സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റവും സുദൃഢമായ സ്നേഹബന്ധം, അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു പരസ്പര ധാരണയുടെ ബന്ധം, ഇങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളെ ഒരു പൊതുകൂട്ടായ്മയിൽ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതാണ് വിജയം വരിക്കാൻ UPAയെ സഹായിച്ചത്. We tried to make every single Indian person believe that there is place for him in this country, there is a future for him in this country. അതായത് UPA ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും വിശ്വസിക്കാൻ സാധിക്കണം, ഈ രാജ്യത്ത് തനിക്ക് സ്വന്തമായ ഒരു ഇടമുണ്ട്, ഈ രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നതിൽ തനിക്ക് സ്വന്തമായ ഒരു പങ്കുമുണ്ട് എന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലക്ഷ്യം. When we came out with the rights-based paradigm, the right to work, the right to food, the right to information, we did not say that this right belongs to one particular caste or one particular state or one particular religion. We said, regardless of who you are in this country, man, woman, Hindu, Sikh, Muslim, from whichever state you are, we guarantee you the right to work, we guarantee you the right to information, we guarantee you the right to food. ജോലി ചെയ്യാനുള്ള അവകാശം, സമ്പാദിക്കാനുള്ള അവകാശം, ഭക്ഷിക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, ഈ അവകാശങ്ങളൊക്കെ ഉറപ്പുവരുത്തുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല നാം അത് ഉറപ്പുവരുത്തുന്നത്. എല്ലാ ഇന്ത്യക്കാർക്കുമാണ് ഈ അവകാശങ്ങൾ നാം ഉറപ്പുവരുത്തുന്നത്. ഒരു ഇന്ത്യക്കാരൻ ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, സിഖുകാരനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഈ സംസ്ഥാനത്തിൽ പാർക്കുന്നവനാകട്ടെ, ആ സംസ്ഥാനത്തിൽ പാർക്കുന്നവനാകട്ടെ, ഇന്ത്യക്കാരനാണെങ്കിൽ ഈ നേട്ടങ്ങൾക്കുള്ള അവകാശം എല്ലാ ഇന്ത്യക്കാർക്കും ലഭ്യമാക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് UPA ഉയർത്തിപ്പിടിക്കുന്നത്. The Congress party tries to reduce anger in society. The opposition, particularly the BJP, plays on anger and tries to increase anger in society. They want to divide you, they want to make you fight with each other, and they want to take advantage of that fight. കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ശ്രമിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ രോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ. എന്നാൽ BJP എന്തിനാണ് ശ്രമിക്കുന്നത്? രോഷത്തിന്റെ അഗ്നി ആളിപ്പടർത്താനും ജനങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കാനും വർദ്ധിപ്പിക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള രോഷത്തെ തന്നെ ഇല്ലാതെയാക്കി അവിടെയൊക്കെ സൗഹൃദവും സമാധാനവും അതിന്റെ പൂനിലാവ് വിരിയിപ്പിക്കുവാനാണ് എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. But the real aim of making you fight is to take away your resources, to take away your wealth, to hand your wealth over to a few people. ഏറ്റവും സമൂഹത്തിലെ വളരെ കുറഞ്ഞ ഒരു വിഭാഗത്തിന് മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്ന,
രാജ്യത്തിന്റെ വിഭവങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം, അതിന്റെ നിർമ്മാർജ്ജനമാണ്, അതിന്റെ ഉന്മൂലനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. They feel that if they can make the people of India fight, then you will not question when a few people take away all your wealth, when a few business people get all your mines, when a few business people get all your power. ഈ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരിക്കുന്നവർ രാജ്യത്തിന്റെ വിഭവങ്ങളും സമ്പദ് ശക്തിയുമെല്ലാം ചിലരിൽ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും ഭിന്നതയുണ്ടാകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കൂടെ നിൽക്കുന്നു. വ്യാപാര വ്യവസായ മേഖലകളിലാകട്ടെ അവർ സമ്പത്ത് കൈയടക്കി വെച്ച ചില വ്യക്തികളെ, ചില കേന്ദ്രങ്ങളെ, ചില ശക്തികളെ മാത്രം സഹായിക്കുകയും അവരോടൊത്തു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിഘടനത്തിന്റെയും അകൽച്ചയുടെയും അവസ്ഥ സൃഷ്ടിക്കാനാണ് ഈ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. If you look at their campaign, one of the statements made by their leader was that I will be India's chokidar. Chokidar. ഞാൻ അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഇന്ത്യയുടെ ചോക്കിദാറാണ് എന്നാണ് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അടുത്ത കാലത്ത് ഒരു പ്രസ്താവനയിലൂടെ അവകാശപ്പെടുകയുണ്ടായത്. In the Congress party, we don't want to give you one chokidar. We want to make all of you, millions of people of this country, chokidars. ഇന്ത്യ രാജ്യത്തിലെ ഒരു കാവൽക്കാരൻ, ഇന്ത്യ രാജ്യത്തിന് ഒരു പാറാവുകാരൻ, ഇന്ത്യ രാജ്യത്തിന് ഒരു സേവകൻ, അത് ഞാനാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോ ഓരോ ഭാരതീയനെയും ഭാരതത്തിന്റെ ഓരോ പാറാവുകാരനാക്കാനാണ്, ഓരോ സേവകനും കാവൽക്കാരനുമാക്കാനാണ് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശം വെച്ചിട്ടുള്ളത്. We believe in the millions and billions of people of this country. നാം ഈ രാജ്യത്തിലെ ബില്യൺ കണക്കിന് വരുന്ന മഹാജനസമൂഹത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. We want to give you power through the rights-based paradigm. We want to give you the right to information. We want to give you the Lokpal. We want to give you Panchayati Raj. And we want to give more and more power to the people, the youngsters, the women of this country. നാം ലക്ഷ്യം വെക്കുന്നത് ജനങ്ങളെയാണ്. നാം അവർക്ക് ആഹാരം കൊടുക്കാൻ, എല്ലാവർക്കും നാം അവർക്ക് അറിയാനുള്ള അവകാശങ്ങൾ കൊടുക്കാൻ, നാം അവർക്ക് ഭക്ഷണത്തിനുള്ള അവകാശം നൽകാൻ, എല്ലാ ജനങ്ങൾക്കും, അങ്ങനെ ഓരോ ഭാരതീയന്റെ കയ്യിലും അധികാരം അവന്റെ കൈപ്പിടിയിലെത്തിക്കാൻ, അവന്റെ മടിത്തട്ടിലെത്തിക്കാൻ, ഓരോ ഭാരതീയന്റെ കയ്യിൽ നിന്നും അധികാരം അകലെയല്ല എന്ന സാഹചര്യത്തിലേക്ക് ഓരോ ഇന്ത്യക്കാരനെയും വളർത്തിയെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. I want to tell you a little bit about what we are going to do when we win the election in 2014. ഈ 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെ എന്നും കൂടി ഞാൻ സംക്ഷിപ്തമായി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. Over the last 10 years, we have taken 15 crore people out of poverty. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മൾ 15 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. Now a new class of people has been created, those people who are above the poverty line and below the middle class. ഇപ്പോൾ ഒരു പ്രത്യേക വർഗം ജനങ്ങൾ സ്വാഭാവികമായിട്ട് സംജാതമായിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു ജനം, അതിന് മീതെയുള്ള മറ്റൊരു ജനവിഭാഗം. These are the carpenters, the security guards, the truck drivers, the taxi drivers, the plumbers, the people who run this country. ഈ രാജ്യത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗം, മരപ്പണിയെടുക്കുന്നവർ, അതുപോലെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, ഉദാഹരണമായിട്ട് നിലം ഉഴുതുമറിക്കുന്നവർ, കാർഷിക വൃത്തിയുടെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ, അത് ആ കൂട്ടത്തിൽ വളരെ സെക്യൂരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങളെയും അവശതയെയും അനുഭവിക്കുന്ന ജനങ്ങൾ. There are 70 crore people in India who fall into this category. ആ വിഭാഗത്തിൽ 70 കോടിയോളം വരുന്ന ഇന്ത്യക്കാർ ഉണ്ട്. Our entire focus is going to be in trying to make these 70 crore people enter the middle class over the next 5 years. ഈ 70 കോടി വരുന്ന ജനം, അതിൽ ട്രക്ക് ഡ്രൈവർമാരുണ്ട്, ടാക്സി ഡ്രൈവർമാരുണ്ട്, ആശാരിപ്പണി ചെയ്യുന്നവരുണ്ട്, അതുപോലുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവരെ അവരെ രാജ്യത്തിന്റെ മധ്യവർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇനി കോൺഗ്രസ് ലക്ഷ്യം ഇടുന്നത്. We want to open the doors of the education system, of the healthcare system to these people and their families. ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കവാടങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ കവാടങ്ങൾ ഈ വലിയ ഒരു ജനവിഭാഗം വരുന്ന ആ അടിസ്ഥാനപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കായി ഇന്ത്യയുടെ ഈ വികസനത്തിന്റെ കവാടങ്ങൾ തുറന്നിടാൻ നാം ഉദ്ദേശിക്കുകയാണ്.
We want to give all their children the opportunity to go to college, to go to university, and dream of building businesses, dream of transforming their lives. എല്ലാവർക്കും സ്വപ്നങ്ങളും ആ സ്വപ്ന സാക്ഷാത്കാരങ്ങളും നൽകാൻ നാം ആഗ്രഹിക്കുന്നു. അവരുടെ മക്കൾക്കും കോളേജുകളിൽ പോകാനുള്ള അവകാശം, അവരുടെ മക്കൾക്കും സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവകാശം, അവർക്ക് നാളത്തെ ഇന്ത്യയെ സ്വപ്നം കാണാനും അതിനെ വെട്ടിപ്പിടിക്കാനുമുള്ള അവകാശം ഈ ജനതകൾക്ക് നൽകണം എന്ന് നാം ആഗ്രഹിക്കുന്നു. I am proud that we now have a medical college here, but I think we need to do much more work and bring many more colleges and universities to every corner of this country. ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ നമുക്കതിലേക്ക് കൂടുതൽ ഓരോ മേഖലകളിലും എവിടെ മെഡിക്കൽ കോളേജ് നാട്ടിലുണ്ടോ അതൊന്നുകൊണ്ട് പോരാ, ഉള്ളത് കൊണ്ട് പോരാ. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ, കൂടുതൽ സർവകലാശാലകൾ, യുവതലമുറയിൽപ്പെട്ടവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കടന്നു ചെല്ലാൻ സാധിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. For the poor people, we are going to give them two new rights. New rights. പുതിയ യുവ സമൂഹത്തിന് പുതിയ രണ്ട് അവകാശങ്ങൾ കൂടി ലഭ്യമാക്കി കൊടുക്കാൻ like we gave the right to work and the right to food, we are going to guarantee everybody in this country the right to health, free medicine, and the right to shelter. ഈ കഴിഞ്ഞ കാലത്ത് കൊടുത്തതിനേക്കാൾ മറ്റു രണ്ട് അവകാശങ്ങൾ അത് വളരെ പ്രധാനമാണ്. ഒന്ന് ആരോഗ്യം സംരക്ഷിക്കാനുള്ള അവകാശം, മറ്റൊന്ന് രോഗങ്ങളിൽ ആവശ്യമായ മരുന്ന് ലഭ്യമാകാനുള്ള അവകാശം. For the young people, for their job creation, we have built a corridor from Delhi to Mumbai, Mumbai to Chennai, Chennai to Bangalore, and from Delhi to Calcutta. A corridor. Industrial corridor. വ്യാവസായ ശൃംഖല ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ബോംബെ വരെ, ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യവസായ ശൃംഖലയ്ക്ക് രൂപം നൽകാൻ നാം ആഗ്രഹിക്കുകയാണ്. We have built dedicated roads, dedicated railway line, and facilities for water and electricity. അതോടൊപ്പം മെച്ചപ്പെട്ട റെയിൽവേ, മെച്ചപ്പെട്ട റോഡ്, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, അതോടൊപ്പം കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കാര്യത്തിൽ കുറെ കൂടി വികസനാത്മകമായി അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനും നാം ഉദ്ദേശിക്കുന്നു. Today, China is the manufacturing capital of the world. We want India to challenge China and become a manufacturing center. ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ന് ലോകത്തിന്റെ തലസ്ഥാനമായിട്ടാണ് ചൈന നിലകൊള്ളുന്നത്. ചൈനയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി ആ സ്ഥാനം പിടിച്ചടക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായും ഉൽപാദനത്തിന്റെ തലസ്ഥാനമായും മാറാൻ ഇന്ത്യ എല്ലാ നിലയിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. We want all the watches, cameras, shoes, everything you use that is today made in China, one day to be made in Kasaragod. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, നമ്മുടെ നാട്ടുകാരിന്ന് ഉപയോഗിക്കുന്ന വാച്ച് പോലും, അതുപോലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലതും ചൈനയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതൊക്കെ കാസർഗോഡ് നിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, കാസർഗോഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ത്യയുടെ സാഹചര്യം, അതാണ് നമ്മുടെ ലക്ഷ്യമായി നാം കാണുന്നത്. Thousands of factories, thousands of industries are going to come up on this corridor, which is going to become the backbone of manufacturing in India. ഇന്ത്യ രാജ്യത്തിന്റെ ഉൽപാദനത്തിന്റെ നട്ടെല്ലായി മാറാൻ പോകുന്ന ഉൽപാദന കേന്ദ്രങ്ങൾ, ആ ഉൽപാദന കേന്ദ്രങ്ങൾ ഈ കോറിഡോറുകളിൽ, ഈ വ്യവസായത്തിന്റെ കവാടങ്ങളിൽ, ഈ വ്യവസായ ശൃംഖലയുടെ മർമ്മസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ വ്യത്യസ്ത പട്ടണങ്ങളിൽ ഇത്തരം ലഭ്യത ഉറപ്പുവരുത്താൻ നാം ആഗ്രഹിക്കുകയാണ്. Now, I see a lot of women sitting here, and the role of women in Kerala is very well known. The role of women in politics, in the social sector in Kerala is known to the rest of the country. ഞാൻ ഈ സദസ്സിൽ ധാരാളം എൻ്റെ സഹോദരിമാരുടെ സാന്നിധ്യം കാണുന്നു. വനിതകൾക്ക് രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തം, വനിതകൾ ജനാധിപത്യത്തിൽ നിർവഹിക്കുന്ന ക്രിയാത്മകമായ പങ്ക്, വനിതകൾ ജനാധിപത്യത്തിന്റെ പ്രയാണത്തിലും നിർവഹണത്തിലും വഹിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥാനം, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. And the role of the women of Kerala in looking after the sick people in the entire world is known. അവശരായ ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്ക്, രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് പോലെ തന്നെ സേവനത്തിന്റെ മണ്ഡലത്തിലും അവർ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ പ്രസിദ്ധവും പ്രശസ്തവുമാണ്.
So I would like to thank you for the role that you play, but I would also like to tell you that we are going to spend a lot of time empowering you. നിങ്ങൾ ഇതുവരെ ചെയ്ത സേവനങ്ങളെ, വനിതകളുടെ സംഭാവനകളെ വിലമതിക്കുന്നതോടൊപ്പം, അതിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം, നാളെ അതിലേറെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ശാക്തീകരിക്കും എന്ന് വനിതകൾക്ക് ഉറപ്പ് നൽകാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. We are going to empower you and get you places in the Lok Sabha and the Vidhan Sabha. We've got a bill in Parliament that is going to give you guarantee you 33% reservation in both those houses. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, വിധാനസഭകളിൽ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കാൻ പാർലമെന്റിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ 33% നിങ്ങൾക്ക് സംവരണം ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനും, അങ്ങനെ വനിതകളെ ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഭാഗധേയ നിർവഹണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കാനുമാണ് നാം പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. And I want to see more and more young ladies from Kerala leading the Congress party, playing a big role in the Congress party. ധാരാളം വനിതകൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പുരോഗതിയിൽ പങ്കുവഹിക്കണമെന്നും കേരളീയ വനിതകളുടെ സാന്നിധ്യം കോൺഗ്രസിൽ വർദ്ധമാനമായി ദൃശ്യമാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. I'd like to conclude my speech by saying that there are many people who have suffered as a result of endosfam, and we are going to make sure that you are rehabilitated and that you are looked after. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഷ്ടപ്പാടുകളെ പരാമർശിച്ചുകൊണ്ടാണ്. അവർക്കുണ്ടായ കഷ്ടപ്പാടുകളിലും വിഷമങ്ങളിലും എൻ്റെ സങ്കടം ഞാൻ ഇവിടെ അറിയിക്കുന്നതോടൊപ്പം അവരുടെ സങ്കടങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, അവരുടെ പുനരധിവാസം ഏറ്റവും ഭദ്രമാക്കുന്ന കാര്യത്തിൽ ആവുന്നതൊക്കെ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഊന്നി പറയാനും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. And today, when I was coming in the car, I was speaking to Chandi ji and our PCC president, and they said to me that, you know, in Kerala, a vote for the CPM is actually indirectly a vote for the BJP. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ വാഹനത്തിലിരുന്ന് ഉമ്മൻചാണ്ടിജിയുമായിട്ടും KPCC പ്രസിഡന്റ് സുധീരൻജിയുമായിട്ടും സംസാരിക്കുകയായിരുന്നു. അവരിവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി എന്നോട് പറയുകയുണ്ടായി. CPM-ന് കൊടുക്കുന്ന വോട്ട് പരോക്ഷമായി BJP-യെ സഹായിക്കുന്ന വോട്ടായി മാറുമെന്നാണ് അവരെന്നോട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പറയുകയുണ്ടായത്. The CPM is not going to play a major role in the national politics. എന്തുകൊണ്ടെന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തവും നിർവഹിക്കാൻ CPM-ന് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ അഭിപ്രായപ്പെടുന്നത്. So and hopefully CPM is not going to play a role in Kasaragod politics either. മാത്രവുമല്ല, എൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കാസർഗോഡിന്റെ രാഷ്ട്രീയത്തിലും CPM പ്രധാനപ്പെട്ട ഒരു പങ്കും വഹിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. I'd like to thank all of you, especially the women and the youngsters, for coming here and listening to me speak today. ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ്. നിങ്ങൾ ഈ സമയത്തും ഇവിടെ വന്നു. പ്രത്യേകിച്ച് ധാരാളം സഹോദരിമാർ, ധാരാളം ചെറുപ്പക്കാർ എന്നെ കാണാനും എന്നെ കേൾക്കാനും നിങ്ങൾ കാണിച്ച താല്പര്യത്തോട് എനിക്കുള്ള അഗൈതവമായ കൃതജ്ഞത ഞാൻ ഇവിടെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. I am very proud of the leadership and the workers of the Congress party in Kerala. Thank you very much. All the best. ഞാൻ കോൺഗ്രസിലെ കേരളത്തിലെ നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും കാര്യത്തിൽ വളരെ അഭിമാനമുള്ളവനാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.